ഹലോ ഹായ്. NH ഹൈവേയുടെ വർക്കുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. തകൃതിയായിട്ട് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ നമ്മുടെ സർവീസ് റോഡിനോട് ചാരിയിട്ട് ഓവുചാലിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഘട്ടം ഘട്ടങ്ങളായിട്ടാണ് പല സ്ഥലങ്ങളിലായിട്ട് അവർ ഘട്ടം ഘട്ടമായിട്ടാണ് ഇപ്പോൾ അതിൻ്റെ വർക്ക് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നടന്നിട്ടുള്ളൊരു അപകടമാണിത്. സ്കൂട്ടർ യാത്രക്കാരൻ ഈ ഒരു ഗട്ടറിൽ ചെന്ന് ഇടിച്ച് ആ ഗട്ടർ മുകളിലോട്ട് വീണ് അത് അതിദാരുണമായിട്ടുള്ളൊരു അന്ത്യമാണ് അവിടെ സംഭവിച്ചത്. നമ്മളെ നാട്ടുകാരനാണ്. അപ്പോൾ ഇതുപോലുള്ള ഒരു അപകടം ഇനി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ചെറിയ വീഡിയോ ഞാൻ ചെയ്യുന്നത് കേട്ടോ. ഇത് എങ്ങനെയാണ് സംഭവിച്ചെന്നുള്ളത് നിങ്ങളെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരികയാണ്. കാരണം വെച്ചാൽ നമ്മുടെ ഈ ഒരു സർവീസ് റോഡിലൂടെ ഒരു ബസ്സോ അല്ലെങ്കിൽ ഒരു ലോറിയോ ആണ് കടന്നു പോകുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ഒരിക്കലും ഓവർടേക്ക് ചെയ്യാതിരിക്കുക. കാരണം ചില ഏരിയകളിൽ അതിൻ്റെ ഫുട്പാത്തിൻ്റെ നിർമ്മാണം കഴിഞ്ഞിട്ടുണ്ട്, ചില ഏരിയകളിൽ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മളൊരു കർവുള്ള ഏരിയയിൽ നിന്നാണ് ഈ ഒരു വലിയ വാഹനത്തെ ഓവർടേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നേരെ ചെല്ലുന്നത് അടുത്തത് ആ വർക്കുള്ള ഏരിയയിലാവും. അപ്പോൾ വർക്കുള്ള ഏരിയയിൽ ഒരു ലോറിക്കും ഒരു ബസ്സിനും കഷ്ടിച്ച് പോവാവുന്ന ഒരു വീതി മാത്രമേ അവിടെ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഇവിടെ സംഭവിച്ചിട്ടുള്ള അപകടം അങ്ങനെ തന്നെയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം വേറെ വാഹനത്തിനെ ഓവർടേക്ക് ചെയ്ത് വന്നപ്പോൾ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ സ്ഥലമില്ല, പിന്നെ ബ്രേക്ക് പിടിച്ചാൽ കിട്ടില്ല, അത്ര സ്പീഡിലാവും വരുന്നത്. അപ്പോൾ എൻ്റെ പൊന്നു സുഹൃത്തുക്കൾ, നമ്മുടെ കൂട്ടുകാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഒരിക്കലും വലിയ വാഹനത്തെ ഓവർടേക്ക് ചെയ്യാതിരിക്കുക. ഓക്കെ, ഇതിപ്പോൾ ഈ വർക്ക് നടത്തുന്ന ആളുകൾ അധികൃതരോട് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവർ അതിൻ്റേതായിട്ടുള്ള സുരക്ഷിതനെ അവിടെ വെച്ചിട്ടുള്ളത്. കാരണം ആ ഒരു ഗട്ടർ വെച്ചിട്ടുള്ളത് അടുത്ത ഓവുചാല് നിർമ്മാണത്തിന് വേണ്ടി കുഴിച്ചിട്ടുള്ള കുഴിയിലേക്ക് വാഹനങ്ങൾ പോവാതിരിക്കാൻ മാത്രമാണ് ചെയ്തിട്ടുള്ളത്. ഇതിപ്പോൾ അതിന് ശേഷം കണ്ടുള്ളൊരു കാഴ്ചയാണ്. ഇതൊന്നും കറക്റ്റ് പ്രതലത്തിലല്ല ഈ സിമെൻറ്റ് കട്ട എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കുക.